ഒന്ന് വേഗം ചെല്ലടൂ. അല്ലേ വേണ്ട, ഞാൻ തന്നെ ഡോർ തുറന്നു കൊടുത്തോളാം. കോടീശ്വര, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ട് വരുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കാനും ഒരു വാച്ച്മാനോ? വാച്ച്മാനോ? ആ യൂണിഫോം കണ്ടാ അറിയില്ലേ? DGP ആണ്. DGP-യിലെ വാച്ച്മാനോ? ഞങ്ങൾ അവിടെ ഒന്നും പോകാറില്ല. വാട്ട് യു മീൻ? മീൻ കൂട്ടാറുണ്ട്, പക്ഷെ ഉണക്കമീനാണ്. നിന്റെ പേരെന്താ? മണി. നിങ്ങളെ മച്ചാൻ മണി എന്ന് വിളിച്ചോളാം. പിന്നെ ഉടയപ്പന്റെ മണി കോത്തപ്പം നിങ്ങളുടെ കയ്യിലാണല്ലോ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ മച്ചാൻ മണി എന്ന് വിളിക്കും. ഓ, തമാശക്കാരൻ. അല്ല സെക്യൂരിറ്റി, വഴിയെ പോയ ഞങ്ങളെ കാർ കയറ്റി ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ? അപ്പ എന്തിനാ കൊണ്ടുവന്നെന്ന് മനസ്സിലായി. അങ്ങോട്ട് നോക്ക്. വാമോനെ, കഴിഞ്ഞതെല്ലാം മറക്കണം. ഇവൻ അറിയാതെ ചെയ്തു പോയതാ. ഞാൻ മാപ്പ് വയ്ക്കാനാ വന്നത്. അയ്യോ, അതൊന്നും വേണ്ട. പഴയ അടിപിടിയുടെ കണക്ക് തീർക്കാനാ നിങ്ങൾ വന്നതെന്നല്ലേ ഞാൻ കരുതിയത്. തെറ്റെന്റെ ഭാഗത്താ. മോനെ, ഏതടിപിടിയുടെ കാര്യമാ? വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഇവരെ എന്തിനാ കൂട്ടിക്കൊണ്ടുവന്നത്? അല്ല, അത് എനിക്കും അറിയില്ല. എന്തോ പ്രധാന കാര്യം സംസാരിക്കാനുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു, അതാ കൂട്ടിക്കൊണ്ടുവന്നേ. നിങ്ങളെപ്പോലെ വെറുതെ വാലും ചുറ്റും നടക്കുന്നവരല്ല. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്നവരാ. വേഗം സംസാരിച്ചിട്ട് കൊണ്ടുപോയി വിട്ടേക്കണം. ശരി സാർ. നിന്നോട് എനിക്ക് ഒരു ദേഷ്യമില്ല. വരട്ടെ രാമു. സാർ, ഇപ്പൊ പറഞ്ഞ മണി വച്ചാൻ കറക്റ്റ് ആയി തോന്നുന്നു. ഏത് മണി? ആരുടെ മണി? Come on. അയ്യോ, ഞാനിവിടെ നിന്നോളാം. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം സാർ. ഞാനിവിടെ നിന്നോളാം സാർ. വേണ്ട സാർ, വേണ്ട, ഞാനിവിടെ നിന്നോളാം. വേണ്ട സാർ. അട്ടയെ പിടിച്ചോണ്ട് വന്ന് മെത്തേ കിടത്തിയ അത് കിടക്കുമോ? ഇല്ല, ഇപ്പൊ ഇരുത്തി തരാം സാർ. അയ്യോ അമ്മേ, എന്തായി കാണിക്കുന്നത്? എന്താ ഇത്? തന്നോടും കൂടെ പറഞ്ഞിരിക്കണോ? അവിടെ ഇരിക്കേ. റെഡി സാർ. എല്ലാവർക്കും ഗുണം കിട്ടുന്നൊരു കാര്യം നിങ്ങളോട് പറയാനാ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. കുട്ടപ്പായി, അയ്യോ, ഇതാണ് ബാലരാമപുരം കുട്ടപ്പായി. വാടാ രാമു, ഓടി രക്ഷപ്പെടാം. കണ്ടിട്ട് അടി ഉറപ്പാടാ. അയ്യോ, പേടിക്കണ്ട, അയാൾ നമ്മുടെ മച്ചാൻ തന്നെയാ. ഇവൻ നമ്മുടെ നാട്ടിലെ വലിയൊരു കോടീശ്വരനാ. ഇവൻ നിങ്ങൾക്ക് 50 കോടി രൂപ തരും. 50 കോടിയോ? അതെന്തിനാ? അത്രയും കൈ കിട്ടിയ തലയിറങ്ങി വിടുവോ? അപ്പൊ ഉടയപ്പ 1800 കോടി രൂപ തന്നപ്പോ തലയിറങ്ങിയില്ലേ? അത് സ്റ്റാമ്പ് പേപ്പറിൽ കാണിച്ചല്ലേ ഉള്ളൂ. പ്രശ്നമില്ല. അപ്പ ശരി, ഞാനും ഒരു സ്റ്റാമ്പ് പേപ്പർ തരാം. അതില് കയ്യൊപ്പ് പതിച്ചിങ്ങ് തന്നേക്ക്. അയ്യോ, ആ പുണ്യവൻ നല്ല കാര്യത്തിന് തന്ന പണമാണ്. അത് മറ്റൊന്നിനും എടുക്കാൻ പറ്റില്ല. വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ശരി, എന്നാ ഒരു കാര്യം ചെയ്യും. ആ നെല്ലിക്കുഴിയിൽ നിങ്ങളൊരു 100-300 പേരില്ലേ? അതെ സാർ. അവർക്ക് എവിടെയെങ്കിലും വീട് വെച്ച് കൊടുത്തിട്ട് ആ സ്ഥലം അങ്ങ് കാലിയാക്കി തന്നേക്ക്. അതിന്റെ പേരിൽ ഞാൻ അഡ്വാൻസ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വീട് കിട്ടാൻ പറ്റില്ല സാർ. അതെന്താ? എല്ലാവരും സഹായിച്ചു കഴിഞ്ഞിട്ട് മിച്ചമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ എടുക്കൂ. അതാണ് മര്യാദ. എന്താടാ നീ തന്നെ നാടോടി? നിനക്ക് സ്വന്തമായി ഒരു ഇഞ്ച് ഭൂമിയില്ല, പിന്നെന്തും മര്യാദയും മാന്യത വാടാ. ദയവ് ചെയ്ത് വിട്ടേക്ക്. ആ സ്ഥലം കാലിയാക്കാനും പറ്റില്ല, ഒപ്പിട്ട് തരാനും പറ്റില്ല. പോയിട്ട് വേറെ പണിയുണ്ട് സാർ. അപ്പാ വാ. ആ, ശാന്തിയുടെ വീട് ഏതാ? ശാന്തി അറിയില്ലേ? ശാന്തി സർക്കാർ സ്കൂളിൽ പഠിക്കുന്നില്ലേ? ആ ശാന്തി. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. പ്ലീസ് പോ. അങ്ങോട്ട് നോക്കിയേ. കാണിക്കാൻ വന്നാലുണ്ടല്ലോ ഞാൻ പിന്നെ വരാം. ബൈ. നമുക്ക് പിന്നെ കാണാം. ഇവിടെ
വെച്ച് വേണ്ട, വേറെ എവിടെയെങ്കിലും വെച്ച്. ഓക്കെ? അയ്യോ, സോറി 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 മാം, സോറി. ആക്ച്വലി ഞാൻ അറിയില്ല. സോറി. രാമോണ്ണ കളക്ടർ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എല്ലാ വീടും അലോട്ട്മെന്റ് പൂർത്തിയായി മാഡം. കുടിലിൽ കിടന്ന് ഞങ്ങൾക്ക് നിങ്ങൾ കാരണം നല്ല വീട് കിട്ടി. വളരെ നന്ദിയുണ്ട്. തെരുവിൽ കിടന്ന ഞങ്ങൾക്ക് നിങ്ങളാണ് ഒരു വീട് തന്നത്. വളരെ നന്ദിയുണ്ട്. നന്ദി പറയേണ്ടത് എനിക്കല്ല, നമ്മുടെ രാമുവിനാണ്. നമസ്കാരം സാർ. എന്താ പെട്ടെന്ന് ഇവിടെ? അതോ, രാമുവിന്റെ സൈറ്റ് ഇൻസ്പെക്ഷന് വന്നതാ. അതെയോ? ആദ്യം തീർന്നത് ഈ സെക്ഷൻ അല്ലേ? അതെ മാഡം. ഇതുപോലെ 7 ഇടത്തുണ്ട്. അതിൽ 4000 വീട് ഈ മാസം തന്നെ തീരും. വട്ടിയൂർക്കാവ് മേൽപ്പാലവും വണ്ടിപ്പേട്ട ആശുപത്രിയും ഏകദേശം തീർന്നു കഴിഞ്ഞു. വഞ്ചൂർ സെൻട്രൽ മാർക്കറ്റും തിരുവനന്തപുരം സബ്വേയും ഇവിടെ 2 പള്ളിക്കൂടവും 3 വാട്ടർ ടാങ്കും അവസാന ഘട്ടത്തിലാണ് മാഡം. ഗുഡ്. റോഡെല്ലാം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഓ മാഡം. ഫുൾ പ്രോജക്റ്റ് കഴിയുമ്പോ ഈ നഗരം കുട്ടി സിംഗപ്പൂരായി മാറും. ഈ ക്രെഡിറ്റ് എല്ലാം രാമുവിനാണ്. ഇതൊക്കെ മാഡം കൂടി സഹായിച്ചതുകൊണ്ടല്ലേ? തരൂ, ഇതൊന്ന് നോക്ക്. ആഹാ, ഏറ്റവും വലിയ വാർത്തയായിട്ടാണല്ലോ കൊടുത്തിരിക്കുന്നത്. രാമന്റെ കളർ ഫോട്ടോയും ഉണ്ട്. പാവങ്ങളുടെ സ്വപ്നം നടപ്പാക്കുന്ന പുതിയ യുവ നേതാവ് നെല്ലിക്കുഴി രാമു. കലക്കിയടാ. ഉടയപ്പന്റെ തിരോധാനത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചതിനെ തുടർന്ന് സ്പീക്കർ സഭ നിർത്തിവെച്ചു. കാണാതായ പ്രമുഖ വ്യവസായി ഉടയപ്പനെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഭരണ സംവിധാനത്തിലെ കെടുകാര്യസ്ഥതയും പിടിപ്പുകേടും കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടാവുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. നാട്ടിലെ ക്രമസമാധാന നില സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സമൂഹത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായ പ്രമുഖന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരന്റെ സ്ഥിതി എന്താവുമെന്നാണ് പൊതുസമൂഹം ഉത്കണ്ഠപ്പെടുന്നത്. ഇപ്പൊ തൃപ്തിയായല്ലോ. ലീഡറെ, ഇത് സാധാരണ വിഷയമല്ല. കോടീശ്വരൻ ഉടയപ്പൻ 1800 കോടി സറണ്ടർ ചെയ്ത ശേഷം ഇപ്പൊ ആളെ കാണാനില്ല. പക്ഷെ പോലീസ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ തീവ്രവാദികളുടെ കൈകളാണെന്നാ. ശരിക്കും സത്യം എന്താ? സാർ, 24 മണിക്കൂറിനുള്ളിൽ സാറിന്റെ മുന്നിൽ ആ ഉടയപ്പനെ കൊണ്ടു നിർത്തിയില്ലെങ്കിൽ എന്റെ പേര് സാറിന്റെ പട്ടി കിട്ടും. അല്ല പിന്നെ. ഇതാണ് നിന്റെ ലാസ്റ്റ് ചാൻസ്. ഇത് നടന്നില്ലെങ്കിൽ താൻ DGP അല്ല. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. IG, where is the commissioner? യെസ് സാർ. നമ്മൾ നാടാകെ സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ. എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിരിക്കും.